അവൻ വന്നിട്ടുണ്ട് കൊച്ചമ്മേ. ശരി, അവനെ വിളിക്ക്. കൊച്ചമ്മേ. അയ്യോ, കൊച്ചമ്മയായിരുന്നോ? ഗംഗ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. കൊച്ചമ്മ പറഞ്ഞ ചെല്ലപ്പൻ എന്തും ചെയ്യും. ഞാനല്ല, ദേവഭദ്രന് നിന്നെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? ആ, മനസ്സിലായി കൊച്ചമ്മേ. നമ്മൾ തമ്മിൽ കണ്ടിട്ടുമില്ല, അതും മനസ്സിലായല്ലോ? ഉവ്വ. ശരി, എങ്കിൽ പോയിക്കോളൂ. നീ എത്തിയോ? അമ്മ എന്താ ഇവിടെ നിക്കണേ? വെറുതെ ബോട്ട് പോകുന്നു നോക്കി നിന്നതാ. ഇന്നെന്താ സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിയോ? കിന്നേരം പറഞ്ഞു നിക്കാതെ അമ്മ എനിക്ക് കഴിക്കാൻ വല്ലതും താ. വിശന്നിട്ട് വയ്യ. ഇന്നെന്താടി ഇത്ര വലിയ വിശപ്പ്? ഉച്ചക്ക് ചോറുണ്ടില്ലേ? ഈ അമ്മയ്ക്ക് അശേഷം ഓർമ്മയില്ലേ? രാവിലെ കറി ആവാതിരുന്നതുകൊണ്ട് ചോറ് കൊണ്ടുപോവാതെയല്ലേ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോയത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നത് കേട്ടില്ലേ, ഉച്ചക്ക് ചോറുണ്ടില്ലേന്ന്. ശരിയാണല്ലോ മോളെ, ഞാനിതങ്ങ് മറന്നുപോയി. അമ്മേ, വെറുതെ വാചു കടിച്ചു നിൽക്കാതെ കഴിക്കാൻ എന്തേലും എടുക്ക്. എന്നാ പിന്നെ ചോറ് തന്നെ ഉണ്ടോ? വാ. ആ, നിനക്ക് തൈര് വേണോ? അത് പ്രത്യേകം ചോദിക്കണോ? എടുത്ത പോരെ. അമ്മേ, അമ്മേ. അമ്മേ, ആരാ? നിങ്ങൾ ആരാണെന്ന് ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരാ? ചെവി കേക്കില്ലേ തനിക്ക്? ചെവിക്കൊന്നൊരു കുഴപ്പമില്ല, പക്ഷെ ഇപ്പം മിണ്ടാമേല. അതെന്താ, തന്റെ നാക്കിറങ്ങിപ്പോയോ? അതെ, ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും ഒക്കെ ദൈവം നമുക്ക് ഒരു വായേ തന്നിട്ടുണ്ട്. ഒന്നുകിലും ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ സംസാരിക്കാം. രണ്ടിലൊന്നേ ഒരു സമയത്ത് നടക്കും.